നമസ്കാരം. രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മളെ സ്വിഗ്ഗി ഓടുന്ന നമ്മളെ അനിയൻ ചെറുക്കന്മാരും അനിയത്തിമാരും ഉണ്ട്. അവരോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ജോബ് കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ സ്വിഗ്ഗി ഓടുന്നവരുണ്ട്. ഇത് തന്നെ ഫുൾ ടൈം ജോബായിട്ട് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾ കുറച്ച് അമിത വേഗത കുറയ്ക്കുക. ഇപ്പൊ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നു, ഒരു 10-15 മിനിറ്റിനകം നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കാര്യങ്ങളും കിട്ടും. ഓക്കെ, ജീവിക്കാനുള്ള ഓട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ അമിത വേഗത എടുക്കും. പക്ഷേ വേറൊരാൾക്ക് ഇതൊരു ബുദ്ധിമുട്ട് വരുത്താൻ പാടില്ല. 2-3 കേസുകൾ സെയിം നിങ്ങൾ മുഖാന്തരം തട്ടുന്ന വണ്ടിയുള്ള കേസുകൾ എനിക്ക് കോൾ വന്നു. ഞാൻ സ്പോട്ടിൽ ചെന്നു. നിങ്ങളുള്ള ഒരു വ്യക്തി അല്ല, 2-3 വ്യക്തികളത്ത് ഞാൻ പോയി. അങ്ങനെ നിങ്ങളെ കഷ്ടപ്പാട് ദുരിതങ്ങളും എൻ്റെ സംസാരിച്ചു. ഞാൻ ആ കസ്റ്റമർ സംസാരിച്ചു. ഇൻഷുറൻസ് ക്ലെയിമായിട്ട് പേയ്മെന്റ് ആവാതെ നമ്മൾ ഒരു വേണ്ടപ്പെട്ട വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്തു, നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ ഓർഡർ കൊടുത്തോളൂ, പക്ഷേ വാഹനം പതുക്കെ ഓട്ടിക്കുക. ഹെൽമെറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ വച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മുഖാന്തരം ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്യാഷ് ഫുൾ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ സാധിക്കുള്ളൂ. ദയവേത് ഫുഡ് ഓർഡർ വരുന്നവർ മനുഷ്യരാണ്. നിങ്ങൾ അവരെ ധൃതി വയ്ക്കാതെ സഹോദര പതുക്കെ വന്നാൽ മതി. ഇല്ല, നിങ്ങൾക്ക് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഓർഡർ ചെയ്യുക. അവർക്കും ഫാമിലി ഉണ്ടേ. ലേറ്റസ്റ്റ് ഒരു 3.5 കേസ് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് ആ പയ്യൻ കിടന്ന് വേറെ കറിയുക, ചേട്ടാ എങ്ങനെയെങ്കിലും. ലാസ്റ്റ് ഞാൻ കസ്റ്റമർ സംസാരിച്ചു, സാറേ ഇത് നമുക്ക് ചെയ്തു തരാം, വണ്ടിയല്ലേ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. സ്വിഗ്ഗിയോടെ നിന്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളി ഇങ്ങനെ 1000-1500 രൂപ സമ്പാദിക്കുന്നുണ്ട്. പുള്ളിക്ക് പ്രാരാബ്ദം കാര്യങ്ങളുണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ഓക്കെ, പുള്ളി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി കാലുണ്ടെങ്കിൽ 3 മാസമാണ് ബെഡിൽ കിടന്നത്. ഞാൻ പോയി കണ്ടിരുന്നു. ആ 3 മാസത്തെ ക്യാഷ് അവിടെ പോയി. ചിലവൻ എന്ത് ചെയ്യും? ആരും സഹായിക്കാനുണ്ടാവില്ല. നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ആരോഗ്യം എപ്പോഴും കാത്ത് നിലനിർത്താൻ മാക്സിമം നോക്കുക. നല്ലതാണ്, പക്ഷെ അമിത വേഗത വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയതല്ല, നിങ്ങൾ ത്രൂ വേറെ ഇപ്പൊ അമിത വേഗത പോകുമ്പോൾ വണ്ടി തട്ടം മുട്ടും സംഭവിക്കും. പക്ഷേ വണ്ടികളുടെ ഡാമേജ് നമുക്ക് ചെയ്തു തീർക്കാം. നമ്മുടെ ശരീരത്തിന് ജീവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പാടാം. അതുകൊണ്ട് സ്വിഗ്ഗിയോടെന്ന് എന്റെ സഹോദരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. നമുക്ക് ആരോഗ്യവും ജോലിയുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. പക്ഷെ ജീവൻ പണയം വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഓടരുത്. ഓക്കെ, താങ്ക് യു.